ചുരം കയറാണ്. നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഗാലക്സിയിലെത്തി. നല്ല മലകളുണ്ട്. മലകളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ചുരത്തില് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടിട്ടോ. ടൂറിസ്റ്റ് ബസ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ച. മനോഹരമായ മലനിരകൾ, പച്ചപ്പകൾ, ഹരിതാഭ, നല്ല ഭംഗിയുള്ള മനോഹരമായ കാഴ്ചകൾ, ചായത്തോട്ടങ്ങളാണ്. കാടിന്റെ ഉള്ളിലൂടെയാണ്. ഞങ്ങള് കൊറേ മങ്കീസിനെ കണ്ടു. അതൊന്നും ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോയായിരുന്നു. കാറിന്റെ മുകളിലുണ്ടോന്ന് ഞങ്ങക്ക് അറിയില്ല. നേരെ ഉണ്ട്, സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. വഴിയുണ്ട് കേട്ടോ. നല്ല മഴയും ചീലട്ടും. ഇപ്പൊ എനിക്ക് അത്ര അർജന്റ് ഒന്നുമില്ലേ. ഈ സൈഡിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഒരു യാത്രയാണ്. മാനിനെയും കുരങ്ങിനെയും കണ്ടുള്ള യാത്ര. നല്ല അടിപൊളിയുള്ള യാത്രകളും അതേപോലെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ, തീപ്പെട്ടിക്കൊള്ളിയുടെ വലുപ്പമുള്ള വീടുകൾ. തീപ്പെട്ടിക്കൊള്ളി നിങ്ങളല്ല, തീപ്പെട്ടിക്കൊള്ളി പോലെയുള്ള വീടാണ്. ഫ്ലവർ എടുക്കേണ്ടവരെടുക്കണം, അപ്പൊ കിട്ടും. ഇങ്ങനെ മറ്റേ അവിടേക്കും ഞാൻ എടുക്കുമ്പോ നല്ല ഡാഷ്ബോർഡ് എടുക്കരുത്. ഡാഷ്ബോർഡ് എന്ന് വെച്ചാ വണ്ടിയല്ല എടുക്കേണ്ടത്. പോയി നല്ല കൊരം പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ച. എനിക്കിപ്പോ അറിയില്ല. നല്ല ഭംഗി. ഇനി ഞങ്ങളെയും കാണിച്ചല്ലോ. കാണില്ല ആ സൈഡായി. സിറ്റി എത്തിയാൽ നമുക്ക് മനസ്സിലാവൂല്ലോ അല്ലേ. വലിയ സിറ്റി ഒന്നുമില്ല, ചെറിയ നമ്മളെ പടാളിപ്പറമ്പ് പോലെ ഒരു സ്ഥലം. ചെറിയ സ്ഥലമാണ്.
എന്നിട്ട് അതൊക്കെ ഇന്ത്യക്ക് ഇപ്പൊ ചായക്ക് ചെലവ് കൂടുതലാ. ഇപ്പൊ എല്ലായിടത്തും അതല്ല, ഇപ്പൊ എല്ലായിടത്തും ചായക്കടകള്, മറ്റേ ടീ ഷോപ്സ്. എല്ലാരും ഒരു ഹായ് പറയും. എല്ലാരും ഹായ് പറയും. ഒരാള് ഉറങ്ങുകയാണ്. ഒരാളെ ഉറങ്ങും. നമ്മള് നേരത്തെ പോന്നോണ്ടാ. അമ്പലം അടിച്ചു പോവോ? രാജ്യം പറഞ്ഞു 10 മണി. The beauty of the nature. തമിഴ്നാട്ടിൽ ഒരു പേരാണ് തങ്കാണി സേന. ഞങ്ങള് വാഴ ആദ്യമായിട്ട് ഇവിടുന്നാ സൈഡ് റേട്ടാ. ഇവിടെ ആന ഇറങ്ങിയിട്ടാണ് ഞങ്ങളെ വിളിച്ചിട്ട് ആന വന്നു. അവിടെ പോ. എത്ര ടൂട്ടത്? പിന്നെ വൈഡാക്കി അല്ലേ പറഞ്ഞേ. അമ്പഴങ്ങല്ല, അവോക്കാഡോ ആണോ? അവോക്കാഡോ വരുമ്പോ പറിച്ചിട്ട് ചെല്ല്. അപ്പൊ നമ്മൾ ഉപ്പട്ടിയിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിന്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പൊന്നേനി ടെമ്പിൾ. പൊന്നേനി ടെമ്പിൾ വലിയ സിറ്റി. ഉപ്പട്ടിയിലത്തെ വലിയൊരു സിറ്റിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ബർക്കി കിട്ടും. ബർക്കി എന്തെന്നാ? നല്ല വയനാട് ബർക്കി കിട്ടും. ബർക്കി എന്ന് വെച്ചാ അതൊരു സാധനം. അപ്പൊ ഞങ്ങള് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാടാണെന്ന് തോന്നുന്നു. ഫുൾ തമിഴാണ്. ഇവിടെ പുഴയുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ആ പുഴയൊക്കെ ഇറങ്ങാനുള്ള അല്ലേ? എന്താ കൃഷിയാണല്ലോ അവരുണ്ടാക്കലുണ്ട്. ഒരിക്കലുള്ള പശു ഒക്കെ ഉണ്ടാവല്ലോ ഇവിടെ. കറക്കാനുള്ള പശു, പാല്, ചായക്കൊക്കെ. എന്തൊരു കായുള്ളത് അല്ലേ? ഇത് ആട്ടങ്ങയാണ്. ആട്ടങ്ങ? അത് വഴുതനയാണ്. വഴുതനയാണ് ചോദിക്കുന്നത്. ആ ഇതൊരു വഴുതനയാണല്ലോ. വഴുതനയാണ്. ഒരു സൈസ് വഴുതനയാണ്. അല്ല പുഴയിലാ?
ആ പുഴയിൽ പോകാനാ പൈപ്പെന്നോ ആ അച്ഛനാ അങ്ങനെ ഞങ്ങളിപ്പോൾ പുഴയിലേക്ക് പോകാന്നറി ആ കാറൊക്കെ ഉണ്ടല്ലോ തോടാ തോടാണോ പുഴയാണെന്നൊന്നും അറിയില്ല. ഏ കറക്റ്റ് അറിയില്ലല്ലോ. എനിക്കറിയില്ല ചാ. ഏ കറക്റ്റൊന്നും എനിക്കറിയില്ല. എന്ത് പുഴയാണോ തോടാണോ? പുഴയാണോ തോടാന്നോ? ഇതാ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ അല്ലേ? ഏ ഇതെങ്ങട്ടാ? എന്താ ആയി വാ വാ ഇനി കൈ കയറി കഴിക്കുക കാലെല്ലാം നനച്ച് ഇല്ലല്ലേ വാ അതിലിട് ഭണ്ടാരത്തിൽ പേടിയാവുന്നു. ഏ ഞാൻ പൂമ്പാറ്റേനെ പിടിക്കുന്ന പേടിയാവുന്നു. അത് കുത്തുവോ? ഇല്ല പേടിച്ച്. അപ്പൊ ഞാൻ പൂമ്പാറ്റേനെ പിടിക്കുന്ന ശ്രമത്തിലായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ കുറെ വലിയ ചെമ്പത്തി എന്തോ ഒരു പൂ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ കുറെ റോഡിൽ അമ്പലത്തിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നടപ്പാതയും. അത് എനിക്കിഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ബ്രൗൺ കളർ ലൈനിൽ ഇങ്ങനെ പോവായിരുന്നു ഞാൻ ചെയ്തത്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ടെമ്പിളാണ്. പിന്നെ ഒരു നായനെ കണ്ടു ഞാൻ. അത് എന്ത് നായയാണ്? സ്മോൾ നായനെ പോലെ വെറൈറ്റി നായകളല്ലേ? നായയാണ്. വെറൈറ്റി നായക്കുട്ടികളാ. അതിൻ്റെ പോരാത്തതിന് ഇവിടെ ഏകദേശം വലുതും നല്ല രസമുള്ളൊരു പശുത്തൊഴുത്ത് കണ്ടുണ്ടല്ലോ അവിടെ. അതാ അല്ല പശുക്കുട്ടി ഉണ്ടല്ലോ കണ്ടാ? പശുവിന് നോക്കാനാ തോന്നുന്നു നായക്കുട്ടി അല്ലേ? അത് പശു അല്ലേ ഇതിനോടൊക്കെ? പശുക്കളെ അത്ര ഇഷ്ടമല്ല. സാധാരണ പശുക്കളൊന്നും അത്ര ഇഷ്ടമല്ല. പശു, കാള
അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. നല്ല സുഖമുണ്ട് ഇത് കൂടെ നടക്കാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കാല് കഴുകുന്നു. എന്തൊരു തണുപ്പായിരുന്നു അവിടെ. നല്ല ഐസ് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ മരങ്ങളായതിന് ശേഷം നല്ല തണുപ്പാണ്. ഓ സൂം ചെയ്ത് ആ ഏയ് ഇവിടെ ഭംഗിയില്ല. പിന്നെ അമ്മമ്മ അനിയത്തി അവരൊക്കെ തുമ്മിൻ്റെ ആർക്കാണ്. അച്ഛനൂടെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അതിന്റെ കയ്യിലൊന്ന് പിടിക്കാൻ മതി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിലത്തെ എല്ലാ കാഴ്ചയും കണ്ട് തീർത്തുണ്ട് ഒരുവിധം എല്ലാവരും. നമ്മളെ കാറ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കഴിക്കുന്ന കള്ളമിഠായാണ്. ഈ മിഠായി ഒരുവിധം എല്ലാവരും കണ്ടിരിക്കുന്നത്. നേരെ പോകാം.